വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാൽവ വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ അമ്മ വന്നു, ഇപ്പോൾ വന്നതുള്ളൂ കേട്ടോ. അപ്പം അമ്മാവൻ്റെ തല പെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പോൾ നാളെ പെയിനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അമ്മ അവളെ പിടിച്ച് ഞാനാട്ടോ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് ഇന്ന് മാത്രമായിട്ട്. അവൾക്ക് വരും കേട്ടോ. ഇതാ അമ്മ അതെന്താ പറയുന്നത് കേട്ടോ, ഇൻട്രൊഡക്ഷൻ പറയാന്നാണ് പറയുന്നത്. അപ്പോൾ ഹലോ, അപ്പോൾ എൻ്റെ മുടി ചീന്തി കഴിഞ്ഞിട്ടോ. അപ്പോൾ അവൾ ഓടിപ്പോയിട്ട് മുടി ചീന്താൻ പോയി. അപ്പോഴേക്ക് ഞാൻ എൻ്റെ മുടി ചീന്തി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു ക്ലീനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്കൂളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ കുട്ടികളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളുടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒക്കെ കേട്ടോ തലയിൽ എന്താ പെയിനൊക്കെ നിറഞ്ഞ് ഹലോ. അപ്പോൾ നമ്മൾ എൻ്റെ മുടി ചീന്തി കഴിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ അവളുടെ മുടി ചീന്തി അവൾ ഓടിപ്പോയി. അപ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു ക്ലീനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ റൂമൊക്കെ വൃത്തിയാക്കലാണ്. അമ്മ ഇന്നും പറയാറുണ്ട് നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ ഓരോ ബോക്സിലാക്കി വെക്കാൻ. അപ്പോൾ ഞങ്ങൾ എന്നും മറക്കുന്ന കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പോൾ അത് കാര്യം വേണ്ടി ഞാൻ ഇന്നലെ ചെയ്തു കേട്ടോ. പക്ഷെ അവൾക്ക് പറഞ്ഞ് എൻ്റെ ബോക്സിലിട്ട് വെക്കണം, ഈ ബോക്സിൽ ഇട്ട് വെക്കണ്ടാന്ന്. അപ്പോൾ ഞാൻ ചെയ്തു, ശരി എന്നാൽ നീ ചെയ്യാൻ ചെയ്തോ. ഞാൻ ഒരു പണി ചെയ്ത് വെച്ചാൽ എൻ്റെ മേലെ കൊളാക്കി കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കാര്യം കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് തല്ല് കൊടുക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് നാളെ എന്തായാലും നിങ്ങളുടെ അവനവൻ്റെ സാധനങ്ങൾ അവനവൻ്റെ ബോക്സിലാക്കി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ക്ലീനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ എന്താ റൂമിലേക്ക് എത്തി കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചതാണ്. മറ്റേ ലൈറ്റിൻ്റെ വെളിച്ചം കാര്യം കൊണ്ട് ലൈറ്റ് ഇടുന്നില്ല, അപ്പോൾ ഞാൻ കറുത്തുനിന്നൊക്കെ ഇങ്ങനെ ആക്കി വെച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലീനിങ് റൂമിലേക്ക് കിടക്കാം. ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ ഇങ്ങനത്തെ ബാക്ക് ക്യാമറ കാണിക്കാൻ പറ്റാത്ത കാര്യം കൊണ്ട് ബാക്ക് ക്യാമറ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കുന്ന എൻ്റെ റൂമൊക്കെ ആദ്യം ഷെൽഫിലേക്ക് കിടക്കാം. ഇതാണ് ഞങ്ങളുടെ ഷെൽഫ് കേട്ടോ. നമുക്ക് ക്ലീനിലേക്ക് കിടക്കാം. അപ്പോൾ അത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കിയാലോ. ഓക്കെ, നമുക്ക് വൃത്തിയാക്കാം. അപ്പോൾ ഇത് ഇവളുടെ മേക്കപ്പ് സെറ്റ്. ഇത് എൻ്റെ മേക്കപ്പ് സെറ്റൊക്കെ ഞാൻ എൻ്റെ ബോക്സിലും അവളുടെ മേക്കപ്പ് സെറ്റൊക്കെ അവളുടെ ബോക്സിലും ഇപ്പോൾ ഞാൻ ആക്കി വയ്ക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് കോമ്പാക്ട് പോലെ ഇഷ്ടമല്ല, അങ്ങനെ ഇല്ല കേട്ടോ, ഇഷ്ടമൊക്കെ തന്നെ. പിന്നെ എനിക്ക് ഈ ബ്രഷ് വേണം കേട്ടോ, ഐഷാഡിൻ്റെ ബ്രഷ് വേണം. കുങ്കുമം അത് വേണം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്രീം എൻ്റെ ഇല്ലാത്ത കാര്യങ്ങളാണ് തന്നെ കയ്യിൽ വയ്ക്കുന്നത്. പിന്നെ ഐലിങ്ങർ കേട്ടോ, എനിക്ക് ഐലിങ്ങർ വന്നാൽ 2 ഐലിങ്ങർ ഉണ്ട്. ഇതേ വരെ കേട്ടോ. മസ്കാര എനിക്ക് വേണം കേട്ടോ. പൊട്ട അമ്മയുടെയാണ്. ഇതാ എന്ത് സാധനം ഞാൻ ഈ സൈഡിലാക്കി വയ്ക്കുന്നുണ്ട്. കുങ്കുമം അതാവല്ലേ, ഇതവരെ കണിശി വെയിറ്റ്. ഇതാ അയ്യോ, ഇതാണ് എൻ്റെ കുങ്കുമം. മാറിപ്പോയിട്ടോ ടാറ്റാ മൈ കുങ്കുമം. പിന്നെ എനിക്ക് ഫൗണ്ടേഷൻ ഇഷ്ടമല്ല, എന്നാലും ഇതോട്ടോ ക്യൂട്ടക്സ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതാ സൺസ്ക്രീൻ വരെ കൂടി ഇട്ടിട്ട് ഇത് കുറച്ച് പൊട്ടിൻ്റെ. നെക്സ്റ്റ് കമ്മലുകളാട്ടോ, കമ്മലിൻ്റെ സെറ്റുകൾ വൃത്തിയാക്കാൻ പോകുന്ന ഒക്കെ കൊട്ടിയിട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ എല്ലാം അമ്മയുടെയാണ്. കുറേ കമ്മലുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു, ഇത് അമ്മയുടെ കമ്മൽ കേട്ടോ. നല്ല രസമില്ലേ, ക്യൂട്ട് കമ്മൽ ഉണ്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ സാധനങ്ങൾ ഓരോ ബോക്സിലേക്ക് ആക്കി വയ്ക്കാം. എൻ്റെ സാധനങ്ങൾ ഞാൻ ആക്കി വയ്ക്കും, എൻ്റെ സാധനങ്ങൾ ഞാൻ ആക്കി വയ്ക്കും. ഇത് എൻ്റെ ബോക്സാണ്. ഇതാണ് എൻ്റെ ബോക്സിൻ്റെ അടപ്പ്. ഫസ്റ്റ് മേക്കപ്പ് സാധനങ്ങളായിട്ട് ആക്കി വയ്ക്കുന്നത് ഞാൻ പറഞ്ഞത് ഐലിങ്ങർ. ഇതാണ് വിഷുവിന് വാങ്ങിയ കൺമശി കേട്ടോ. ഇന്ന് വിഷുവിനൊക്കെ വെക്കുന്ന കൺമശി കേട്ടോ. ഐലിങ്ങർ പൊട്ട് വരെ ഇത് അമ്മയുടെ സ്റ്റിക്ക് 3 സ്റ്റിക്ക് ഉണ്ടായിട്ട് ഒന്ന് ഞാൻ അടുത്ത്. എനിക്ക് കുങ്കുമം ഇല്ലാണ്ട് ഫൗണ്ടേഷൻ ഓർഡർ തന്നെ എൻ്റെ അടപ്പം ക്യൂട്ടൊക്കെ ഓർഡർ ചെയ്താൽ. പിന്നെ ഇത് കോൺബ്രഷ് എനിക്ക് എന്തായാലും ബാക്ക് പൗഡർ ഉണ്ട്. കുങ്കുമം ഇത് ക്ലിപ്പ് കിട്ടോ. ഇത് പകുതി പലിക്കും 2 അടുത്തു കേട്ടോ.
ഞാൻ 2 ക്ലിപ്പ് എടുത്തു. പിന്നെ എന്താ എൻ്റെ വള ക്ലിപ്പുകളൊക്കെ ഞാൻ ഇതിലാട്ടോ. ഇത് വളരെ കളക്ഷൻസ് കേട്ടോ. അതൊന്നും ഞങ്ങൾക്ക് ഇതെനിക്ക് ഐശ്വര്യ വീട്ടിലെല്ലാം ഇഷ്ടമല്ല, പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഞങ്ങൾ വാച്ചാക്കാം. എനിക്ക് വാച്ചൊക്കെ നല്ല ഇഷ്ടം. ഇതൊന്നും ഞങ്ങൾ വീട്ടിലിടാറില്ല കേട്ടോ. ഒന്ന് വെച്ചൊന്നാണല്ലോ. സൺസ്ക്രീം, മാല, ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇതൊക്കെ അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഇടുന്നത്. പിന്നെ അത് ഐലൈനർ, പിന്നെ അമ്മയുടെ ഞങ്ങൾക്ക് കണ്ണമേട്ടോ. ഇതേപോലത്തെ ക്ലിപ്പ് ഇവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ശ്രീകുട്ടിയുണ്ട്. എന്റെ മേമയുടെ മണി ഒന്നി കൊണ്ടുപോയി കേട്ടോ. ഇത് എനിക്ക് കണ്ണമേട്ടോ. ക്ലിപ്പ് ഇതിലേക്ക് ഇട്ടു. ഇത് ഇവളുടെ ക്ലിപ്പ് കേട്ടോ. ഇത് എന്റെ മാലയല്ല, അമ്മയുടെ മാലയോട് ഞാനിത് മാറ്റി പൂമ്പാറ്റയുടെ ക്ലിപ്പ്. ഇത് എന്റെ മാല കേട്ടോ. ഇതൊക്കെ എന്റെ ഫേവറേറ്റ് മാല. ഇത് ഞങ്ങളുടെ ബിന്ദു മേമ വാങ്ങി തന്ന കേട്ടോ. വള ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ വളയൊക്കെ ഇതമ്മ വാങ്ങിയത് ഓർഡർ ചെയ്ത വാങ്ങിയതാവുന്നു. അത് വാങ്ങിയില്ല. ഇത് ബിന്ദു മേമ കൊണ്ടുവന്ന കേട്ടോ. ഇതെന്റെ ഫേവറേറ്റ് മാല. ഓരോ സെറ്റ് ഉണ്ട് കേട്ടോ. ഒരു വളയുടെ സെറ്റാണ്, പെട്ടിയുടെ സെറ്റാണ് കേട്ടോ. ഇത് ബ്ലൂ 2 പിങ്ക് 2 റെഡ് 2 ഓറഞ്ച് 2 കളറാട്ടോ. ഇതെന്റെ ഫേവറേറ്റ് മാലയാട്ടോ ഈ മാല. ഇതൊരു മാല കൂടി ഉണ്ടായിരുന്നു. ആ മാല എടുക്ക്, അത് ഞാൻ കാണിച്ചെടുക്കണേ. അതിൻ്റെ ഇത് അമ്മ വാങ്ങിത്തന്ന മാലയാണ്. നല്ല എനിക്കിത് അപ്പൊ ഞങ്ങളുടെ ജൂലിനെ വിട്ടാക്കി കേട്ടോ. അപ്പൊ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു കുഞ്ഞൂസ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു വീഡിയോയിൽ അവളെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നായിനെ കണ്ടിന്നാൽ ആൾക്കാർ കണ്ടിന്യാൽ എന്ന് വെച്ചാൽ കടിക്കുന്നില്ല, ചാടി കയറുക മാത്രം, പിന്നെ കൊലിക്കുക. അത് മേടിച്ചിട്ട് അവര് വന്ന് പറയും ഇത് അമ്മ വാങ്ങി തന്ന മാല കേട്ടോ. അതിന് ഏതൊരു സുർമ പറഞ്ഞ കടയിൽ നിന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ലൊരു മാലയാണ് കേട്ടോ. ഞാൻ മാല എടുത്തു. ഇനി നമുക്ക് സ്റ്റിക്ക് എടുത്തില്ല. ഇനി കമ്മൽ ബോക്സ് എടുക്കാം. കമ്മൽ ബോക്സ് ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലത്തെ അമ്മായി തന്ന കമ്മലാണ്. അത് ഞങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ടല്ലോ. ഇതേപോലത്തെ മാലയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വാങ്ങി തന്നാലും ഇപ്പൊ ഞാൻ കഴിക്കുക ഇതേപോലത്തെ ഒരു മുൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ എപ്പോഴും തല്ലുകൂടും കേട്ടോ. എന്ത് സാധനം വാങ്ങി തന്നാലും ഇപ്പൊ ഇത് എന്റെ വെച്ചാൽ ഇത് അവരുടെ ആവും. അങ്ങനെ അടിപിടി കൂടുക ഞങ്ങള്. ഞാൻ മസ്കാര എടുക്കുന്നത്. ഇതെന്റെ കമ്മലിന്റെ. അപ്പൊ അമ്മ അങ്ങനെ ഞങ്ങൾ അടിപിടി കൂടുമ്പോ അമ്മ ഞങ്ങൾ 2 അടി തല്ലാറുണ്ട് കേട്ടോ. ഇത് ഞാൻ അവിടുന്ന് പൂവ് കല്യാണത്തിന് പോയപ്പോ അടിച്ചതാണ്. ഇത് അമ്മയുടെ കഴിച്ചു സ്വർണ്ണമൊന്നുമില്ല കേട്ടോ. ഗ്യാരണ്ടി. അപ്പൊ ഇത് ഞങ്ങളുടെ ഒതുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് ഞങ്ങളുടെ അച്ഛൻ കൊണ്ടുവന്ന കേട്ടോ സാധനങ്ങള്. ഞങ്ങളുടെ ഒതുക്കൊക്കെ കഴിഞ്ഞു. ബോക്സ് ഒക്കെ അടിയിൽ വെക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ബെഡും കൂടി വിരിച്ചിട്ട് അടിച്ചു വരാം കേട്ടോ. ഓക്കെ, ഇതാ ഞങ്ങളുടെ ഷെൽഫൊക്കെ ഇവിടത്തേക്ക്. ഇനി നമുക്ക് ബെഡ് വിരിച്ചിട്ട് അടിച്ചു വരാം കേട്ടോ. ഓക്കെ ഓക്കെ ഇപ്പം ഇതാ ഞങ്ങൾ വിളക്ക് വെക്കാറായി. ഇപ്പം ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ള കാര്യം കൊണ്ട് അമ്മയ്ക്ക് ഇന്ന് പുറത്ത് പോകണം കേട്ടോ. അപ്പോൾ അച്ഛന് മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കണം. അപ്പം ഞങ്ങളിതാ ഇപ്പം തന്നെ വേഗം പണി തീർത്തിട്ട് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിന് എക്സാം ഉണ്ട് കേട്ടോ. ഇന്ന് ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പഠിക്കാൻ പോവാണ്. ആദ്യം നമുക്ക് വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ അച്ഛമ്മ. ഓക്കെ, ഞാൻ അവിടെ അടിച്ചു വരാൻ പോവാണ് കേട്ടോ. അടിച്ചു വരിയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ കൈക്ക് എന്താ പറ്റി. ഞാൻ ഇന്നലെ വീണതാട്ടോ. എന്താ അപ്പോൾ ഞാൻ ഇത് കിട്ടി. ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം കേട്ടോ. നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട തോന്നും കേട്ടോ. അത് കാര്യകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ സ്ഥിരം ചെയ്യാറുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് രാവിലെ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ എണീറ്റിട്ട് മിറ്റടിക്കും. അത് കഴിഞ്ഞാൽ പല്ലേക്കും, പിന്നെ ചായ കുടിക്കും, പിന്നെ കുടിക്കും, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ അമ്മയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അമ്മയ്ക്ക് ഓഫീസിലേക്ക് ചോറൊക്കെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ
അപ്പം ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് കേട്ടോ, ഞങ്ങളുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഷെൽഫൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, ഡ്രസ്സിൻ്റെ ഷെൽഫ് മാത്രം ഞങ്ങൾ വൃത്തിയാക്കില്ല. ഞങ്ങൾ ഒരു ഷെൽഫൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. ഇതാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ റൂമിൽ ഞങ്ങളുടെ റൂമല്ലാന്ന് പറയാണ്. ഇത് ഞങ്ങളുടെ റൂമല്ല കേട്ടോ, ആണെന്നൊക്കെ പറയാം. ഇത് അച്ഛൻ്റെ അമ്മയും റൂമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഇവിടെ കിടക്കാറുണ്ട് മാത്രം. മാളു ഇന്നൊരു ദിവസം ഞാനാഴ്ച നാളെ അവള് എന്ന് വെച്ചാൽ ഉദ്ദേശം ഇന്ന് ഇവള് ഈ ബെഡിൽ, ഇന്ന് ഞാൻ അമ്മയുടെ കിടക്കാൻ വിചാരിക്കും, നാളെ ഇവിടെ ഞാൻ താഴത്ത്, അങ്ങനെ കേട്ടോ. ഇന്ന് ഇവള് അമ്മടുത്ത് കിടക്കണമെങ്കിൽ ഞാൻ ഇവിടെ താഴ്ത്ത്, നാളെ ഞാൻ അമ്മടുത്ത് കിടക്കണമെങ്കിൽ ഇവള് ഇവിടെ താഴ്ത്ത്. അപ്പം അങ്ങനെയാട്ടോ, അങ്ങനെ സെയിം. അപ്പം ഞങ്ങൾ അമ്മടുത്ത് കിടക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാട്ടോ. പക്ഷെ അമ്മ രണ്ടാളത്ത് കിടത്തില്ല, ഓരോരുത്തരും ആയിട്ട് കിടക്കും. അമ്മ പറയാ ഞങ്ങളെ കൈയും കലക്കും മേത്തിക്ക് ഇതൊന്നൊക്കെ പറയാ കേട്ടോ. ഞങ്ങൾ പോലും കാണാട്ടോ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും, ഞങ്ങൾ നല്ല മയങ്ങി കിടക്കായിരിക്കും, ഉറക്കത്തിലായിരിക്കും. അപ്പൊ ഞങ്ങളടുത്ത് കിടക്ക ഏട്ടെന്ന് വെച്ചാൽ ഏട്ടൻ ഹാളിലാട്ടോ കിടക്കും, ഞങ്ങൾ റൂമിലും. അപ്പൊ നല്ല അപ്പൊ ഇടയ്ക്ക് കേൾക്കാൻ ഞങ്ങൾക്ക് കിടക്കും ഏട്ടൻ പേടിയാട്ടോ. +2 എന്താണെന്ന് പറഞ്ഞിട്ടൊന്ന് കാര്യമില്ല, നല്ല പേടി കേട്ടോ. അപ്പൊ ഒരു ദിവസം ഉറക്കപ്പിച്ചിട്ട് അമ്മ അമ്മ അവന്റെ വേഗം പേടി. ഇപ്പൊ ഏട്ടോടെ കടലിൽ ഞങ്ങള് നല്ല ഉറക്കത്തിലാട്ടോ, ചിലപ്പോൾ പനിയുടെ ക്ഷീണം കൊണ്ടായിരിക്കും, ഉറങ്ങൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോ അമ്മ പേടിയോടെ ഇരിക്കട്ടോ. അപ്പോൾ ഞങ്ങൾ ചിരിച്ചു വെച്ച് ഞങ്ങൾക്ക് മതിയായി കിട്ടും ആ സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ ഇത്രയും വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാണ്ട്, ഒരു വീഡിയോ ഷോർട്സ് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടപ്പുറത്തെ മണി ബെൽ അടിച്ച് പൊട്ടിക്കുക.